നല്ലൊരു വിരുന്ന് തന്നെയായിരുന്നു കണ്ണൻചേട്ടൻ ഒരുക്കിയിരിക്കുന്നത്. അർജുൻ്റെ ആക്ഷൻ പറയാനില്ല, നല്ലത് തന്നെ. കുഴപ്പമുണ്ടായില്ല. അർജുൻ്റെ അഭിനയമൊക്കെ കൊള്ളാം, നല്ലായിരുന്നു. കൺസെപ്റ്റ് കൊള്ളായിരുന്നു പടത്തിൻ്റെ, പക്ഷേ സ്റ്റോറി കുറച്ചുകൂടി നന്നാക്കായിരുന്നു. കൊള്ളായിരുന്നു, നല്ല പടമായിരുന്നു. സെക്കൻഡ് ഹാഫൊക്കെ രസമായിരുന്നു കാണാൻ, ഫൈറ്റ്സ് ഒക്കെ ഉണ്ടായി കുറച്ച്. അർജുൻ്റെ സെക്കൻഡ് ഹാഫിലാണ് കാണാൻ കുറച്ചും കൂടി ഭംഗിയാണ്. അതെ, ത്രില്ലർ ഒരു സിനിമയാണ്. സെക്കൻഡ് ഹാഫൊക്കെയാണ് കാണാൻ, സസ്പെൻസ് ട്വിസ്റ്റൊക്കെ ലാസ്റ്റാണ്. ഒരു നല്ലൊരു ചിത്രം കണ്ട സംതൃപ്തി. തീർച്ചയായിട്ടും കണ്ണൻ താമരക്കുളം എന്ന സംവിധായകൻ്റെ വ്യത്യസ്തത നിറഞ്ഞൊരു ചിത്രമാണിത്. സമൂഹത്തിൽ ഒറ്റപ്പെട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. ഈ ഈശ്വരനില്ല എന്ന് വിശ്വസിച്ച് പിശാചിനെ ആരാധിക്കുന്ന ഒരു വിഭാഗം. നമ്മുടെ ഒറ്റപ്പെട്ടതാണെങ്കിലും നമ്മുടെ കേരളത്തിലായാലും മറ്റുള്ള സംസ്ഥാനത്തിലും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. ആ ഒരു സംഭവത്തെ നമ്മൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വരച്ച് കാണിച്ചിട്ടുണ്ട്. അഭിനയത്തിൻ്റെ കാര്യത്തിൽ അർജുൻ സർജ, അതേപോലെ തന്നെ നിക്കി ഗിൽറാണി, ബൈജു സന്തോഷ്, ഹരീഷ് പെരാടി, അങ്ങനെ ഒരുപാട് നായകന്മാരൊക്കെ ഉണ്ട്, നടന്മാർ. അവരെല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നല്ലൊരു വിഷയത്തെ നല്ല രീതിയിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. പക്കാ ത്രില്ലറാണോ? ത്രില്ലർ എന്നുള്ള വിഭാഗത്തിൽ തന്നെ പെടുത്താവുന്ന കാര്യമാണ്. പക്ഷേ സമൂഹത്തിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട് നടക്കുന്ന ആ ഒരു കാര്യം നമ്മൾക്ക് ഒരുപാട് യുവതലമുറയും അതേപോലെ വിദ്യാഭ്യാസമുള്ളവരുമാണ് ഇതിൻ്റെ ഒട്ടും വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ല. അതാണ് ഏറ്റവും നമ്മൾക്ക് സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം. അവരും ഇതിൽ പെട്ടുപോകുന്നു എന്നുള്ള ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വളരെ സങ്കടകരമായിട്ടുള്ള സമൂഹത്തിൻ്റെ ഇങ്ങനത്തെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ നമുക്ക് നിരാശ തോന്നുന്ന ഒരു കാര്യമാണ്. വിരുന്ന് നല്ലൊരു ത്രില്ലറാണ്. അർജുൻ സാറ് നമ്മുടെ ജാക്ക് ആൻഡ് ഡാനിയലിന് ശേഷം നല്ല രീതിയിൽ ഫൈറ്റ് കൊറിയോഗ്രാഫിയൊക്കെ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്, ചെയ്തിട്ടുമുണ്ട്. പിന്നെ ഇതിൽ കണ്ണൻ ചേട്ടൻ്റെ പടത്തിൽ നമ്മൾ അച്ചാൻസിലി ചെയ്തിരുന്നു. അപ്പോൾ ഇതിൽ നല്ല രീതിയിൽ അദ്ദേഹം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം നല്ലൊരു തിരിച്ചുവരവാണ്. കാരണം ആടുപുലിയാട്ടം, അച്ചാൻസ്, പിന്നെ വരാൽ, അങ്ങനെ ഒരുപാട് ചിത്രത്തിന് ശേഷം നല്ലൊരു ഗംഭീരമായിട്ടുള്ള സിനിമ തന്നെയാണ്. ഒരു സാത്താൻ സേവയാണ് സിനിമ സൂചിപ്പിക്കുന്നത്. പിന്നെ ഇതിൽ നമ്മുടെ നിക്കി ഗിൽറാണി ചേച്ചിയൊക്കെ ഗംഭീരമായിട്ട് ഇമോഷണലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ സോണ നായർ, മുകേഷ് ചേട്ടൻ, പിന്നെ ഗിരീഷ് നയ്യാർ, അദ്ദേഹത്തിൻ്റെയൊക്കെ പെർഫോമൻസ് മികച്ച. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറിൽ നിന്നും ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറിലേക്ക് വരെ എത്തുന്നുണ്ട്. നല്ല രീതിയിൽ പെർഫോമൻസ് വാല്യൂ ഉണ്ട്. പിന്നെ നമ്മുടെ ഡ്രാക്കുള സുധീരേട്ടൻ, അദ്ദേഹത്തിന് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു ഒട്ടും പ്രതീക്ഷിക്കാൻ പറ്റുന്ന സ്കോറിംഗ് ആണ് നമ്മുടെ ബൈജു സന്തോഷ് ചേട്ടൻ ഒരു തിരിച്ചുവരവ് തന്നെ പറയാം. ഒരു ഫൈറ്റ് തന്നെ മികച്ച ഫൈറ്റാണ്. പിന്നെ നമ്മുടെ കണ്ണൻ താമരക്കുളത്തിൻ്റെ സാറിൻ്റെ ഡയറക്ഷൻ പൊളിയാണ്, അടിപൊളിയാണ്, ഗംഭീരമാണെന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റുന്ന ഒരു സാത്താൻ സേവ എൻ്റർടൈൻമെൻ്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മുതൽവൻ ജെന്റിൽമാൻ നമ്മുടെ ആവേശമായിരുന്നു ഒരു കാലത്ത് നമ്മുടെ അർജുൻ സാറ്. അപ്പോൾ വീണ്ടും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നമ്മൾ വിരുന്നെന്ന സിനിമയിലൂടെ കണ്ടപ്പോൾ ഒരു വിരുന്ന് തന്നെയാണ് കണ്ണൻ താമരക്കുളം സാർ ഒരുക്കുന്നത്. അതുപോലെ ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും വെട്ടി തുറന്ന് കാണിച്ചിരിക്കുന്ന ഒരു മൂവിയാണ്. എല്ലാവരും ഗംഭീരമായിട്ട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് കൂടുതൽ വീഡിയോസിനായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.